അഘോരമന്ത്രങ്ങൾ വളരെ ശക്തമാണെന്നാണ് വിശ്വാസം. അഘോരമന്ത്രങ്ങളിൽ വൈദഗ്ധ്യം നേടുന്ന ഏതൊരു വ്യക്തിയും ദൈവിക വ്യക്തിയായി മാറുമത്രേ. പക്ഷേ ദീക്ഷയ്ക്ക് ശേഷം മാത്രമേ ഇത് ജപിക്കാവൂ. അത്തരം മന്ത്രങ്ങൾ വളരെയധികം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. മന്ത്രദീക്ഷയ്ക്കിടെ ഗുരു ശിഷ്യന് വേണ്ടി ഒരു മന്ത്രം തിരഞ്ഞെടുക്കും. അതിനുശേഷം ഗുരു ശിഷ്യന്റെ ഭൂതകാലത്തിനും ഭാവിക്കും വേണ്ടി ധ്യാനിക്കുന്നു. ഇതോടെ ശിഷ്യന് യോജിച്ച മന്ത്രം ഗുരുവിന് വെളിപ്പെടുന്നു. ഗുരു ശിഷ്യനെ മന്ത്രം പഠിപ്പിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യുന്നു. മന്ത്രം പഠിപ്പിക്കുന്നതിന് മുൻപായി ശിഷ്യന്റെ പാപങ്ങൾ ഗുരു ഏറ്റെടുക്കും. ഇത് വേദനാജനകമായ പ്രക്രിയയാണെന്ന് അവർ പറയുന്നു. ശിഷ്യന്റെ പാപങ്ങൾ നിമിത്തം ദീക്ഷയ്ക്ക് ശേഷം ശാരീരിക വേദന ഉണ്ടാവുമത്രേ. വേദന മാത്രമുണ്ടെങ്കിൽ അത് ഗുരുവിന് ഭാഗ്യമാണെന്നും അവർ പറയുന്നു. പലപ്പോഴും അത് വേദന മാത്രമല്ല, ശിഷ്യന്മാരുടെ ആഗ്രഹങ്ങളും ഗുരുവിലേക്ക് വരുന്നു. അതിനാൽ സ്വയം ഈശ്വരനിൽ പ്രതിഷ്ഠിച്ചവർക്ക് മാത്രമേ ഗുരുവാകാൻ കഴിയൂ. തന്ത്രത്തിലൂടെയും മന്ത്രത്തിലൂടെയും സിദ്ധി നേടാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് താന്ത്രിക സാധനയിലൂടെ നേടിയ പൂർത്തീകരണം അല്ലെങ്കിൽ വിജയം രണ്ട് തരത്തിലായിരിക്കാം. മന്ത്രസിദ്ധിയിൽ ഒരു സാധകൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ആവശ്യമുള്ള ഫലം നൽകുന്നു. വാക്സിദ്ധിയിൽ സംസാരത്തിലാണ് വിജയം. സാധനയിലൂടെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയിൽ എത്തുമ്പോഴാണ് ഒരാൾ സിദ്ധികൾ അല്ലെങ്കിൽ അത്ഭുത ശക്തികൾ നേടുന്നത്. അഘോര എന്നത് ശിവന്റെ പേരുകളിൽ ഒന്നാണല്ലോ. അഘോരയ്ക്ക് മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. പ്രാചീന കാപാലിക പശുപത വിഭാഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ വിഭാഗമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അഘോരിയെക്കുറിച്ചുള്ള പഠനം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് അതിനുള്ള ആധികാരിക ഗ്രന്ഥങ്ങളൊന്നും നമ്മുടെ പക്കലില്ല എന്നതുകൊണ്ടാണ്. അഘോരികളുടെ ആചാരങ്ങൾ പരമ്പരാഗതമായി ഗുരുവിൽ നിന്ന് ശിഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് പതിവ്. ശ്മശാന സ്ഥലത്തോട് ഇതിന് ഐതിഹാസികമായ ഒരു ആകർഷണമുണ്ട്. ശ്മശാനം എല്ലാത്തിൻ്റെയും അവസാനമാണ്. കാരണം അഘോരി ആരംഭിക്കുന്നത് സിദ്ധാന്തത്തിൽ നിന്നാണ്. മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ നിർവചിക്കുന്നത് മരണത്തിന്റെ സ്വീകാര്യതയോടെയാണ്. അഘോരികളുടെ ആത്മീയത പൊതുവെ അതിജീവനത്തെക്കുറിച്ചല്ല പറയുന്നത്. കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതുവഴി ലോകത്തെ കാണുന്നത് പോലെയാണ്. ഭൈരവൻ ശ്മശാനത്തിന്റെ നാഥനെന്ന നിലയിൽ ശിവനല്ലാതെ മറ്റാരുമല്ല. ഇവർക്ക് ലോകം മുഴുവൻ ഒരു ശ്മശാനം പോലെയാണ്. കാരണം മരണം എപ്പോൾ വേണമെങ്കിലും എവിടെയും വരാം. സനാതന ധർമ്മമല്ലാതെ മറ്റൊരു മതത്തിനും ദൈവത്തെ ഒരു സൃഷ്ടാവും പരിപാലകനും എന്ന നിലയിൽ മാത്രമല്ല, വസ്തുക്കളുടെ ആത്യന്തികമായ സംഹാരകനായും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അഘോരി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്: ഭൈരവനായി അവന്റെ ബാഹ്യരൂപം അനുകരിക്കുക. അങ്ങനെ ഒടുവിൽ ആന്തരികമായി അന്വേഷിക്കുന്നവനും പോകുന്നവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലെത്തുക. ഒരു വ്യക്തി ശ്മശാന സ്ഥലം സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വിരക്തി അധികകാലം നിലനിൽക്കില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മനസ്സ് സാധാരണ നിലയിലേക്ക് മടങ്ങും. ഉടനെ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പഴയ ശീലങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒരു അഘോരി ചെയ്യാൻ ശ്രമിക്കുന്നത് ആ നിസ്സംഗതയെ ശാശ്വതമാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യമായ അന്ത്യം നാം നിരന്തരം ഓർക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അങ്ങനെ മാറ്റമില്ലാത്തത് തേടുക. മാംസം, മദ്യം, ലൈംഗികത എന്നിവ അഘോരികൾ മാനുഷിക പരിമിതികളെ മറികടക്കാൻ നിയന്ത്രിതമായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ താന്ത്രികാചാരങ്ങളിൽ വേരുകളുള്ള ആചാരങ്ങൾ അഘോരയിൽ ഉൾപ്പെടുന്നു. ഏത് സാഹചര്യത്തിലും വ്യക്തിക്ക് ഏത് സ്ഥലത്തും ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയണം. ഇങ്ങനെ കഴിയുന്ന തരത്തിൽ മനസ്സും ശരീരവും പരിമിതികൾ ഉയർത്തും. ഈ പരിമിതികളെ മറികടക്കുന്നതിനാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലക്ഷ്യമിടുന്നതത്രേ. ഈ സമ്പ്രദായങ്ങളൊന്നും അഘോരിയുടെ നിർബന്ധിത വശങ്ങളല്ല. ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആചാരങ്ങളിൽ ചിലതൊക്കെ ഒഴിവാക്കുന്ന അഘോരികളെ പലപ്പോഴും കണ്ടെത്തിയേക്കാം. ബംഗാളിലെ രാജാ കൃഷ്ണചന്ദ്ര ഒരു താന്ത്രിക അഘോര സാധകനായിരുന്നു. അദ്ദേഹം മദ്യത്തിൽ നിന്നും മറ്റും വിട്ടുനിൽക്കും. നിരവധി അഘോര സാധനകൾ ചെയ്ത ഐതിഹാസിക താരാസിദ്ധൻ ബമഖേബ ആജീവനാന്ത ബ്രഹ്മചാരിയായി തുടർന്നു. കണിശമായ സസ്യാഹാരികൾ എന്നറിയപ്പെട്ടിരുന്ന ചില പ്രശസ്ത അഘോരികൾ ഉണ്ടായിട്ടുണ്ട്. മഹാ അഘോർ സാധന പൂർത്തിയാക്കിയ ചില ഗുരുക്കന്മാർ പൂർണ്ണമായും സസ്യാഹാരികളാണ്. അഘോരിക്ക് കർശനതകളോ കൽപ്പനകളോ ഇല്ല. ഓരോരുത്തരും സ്വന്തം വികസനത്തിനാവശ്യമായ സാധനയുടെ ഭാഗങ്ങൾ പൂർണ്ണമായോ തിരഞ്ഞെടുത്തതോ പിന്തുടരുന്നു. അഘോരിയുടെ ആത്മാർത്ഥതയുള്ള ഒരു അനുയായിക്ക് അനന്തതയിൽ അനുഭവിക്കാനും ജീവിക്കാനും കഴിയുന്ന തരത്തിൽ സ്വന്തം പരിമിതികളെ തകർക്കാനുള്ള
അതിമനോഹരമായ ബോധമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇത് സാധനയിൽ തീവ്രമായ നടപടികൾ സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. അതിന് സാധാരണക്കാർ ഒരിക്കലും ശ്രമിക്കുമെന്ന് കരുതുന്നില്ല. തന്ത്രം എന്നാൽ സംവിധാനമെന്നാണ്. തന്ത്രത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അഘോരി. ഏതൊരു വ്യവസ്ഥയ്ക്കും അതീതമായ ഒരു സംവിധാനമാണ് അഘോർ. അഘോരികൾ ഒരു മനുഷ്യ തലയോട്ടി അവരുടെ പക്കൽ സൂക്ഷിക്കുന്നു. പക്ഷെ അവർ പ്രേതങ്ങളെ പിടിക്കുന്നത് കൊണ്ടല്ല. പൊട്ടാത്ത മനുഷ്യ തലയോട്ടിയിൽ ധനഞ്ജയ് പ്രാൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശക്തി അടങ്ങിയിരിക്കുന്നുണ്ടത്രേ. ധനഞ്ജയ് പ്രാൺ അടിസ്ഥാനപരമായി ഒരാളുടെ ജീവിതത്തിന്റെ സത്തയാണ്. അതൊരാളുടെ ആത്മാവല്ല. തലയോട്ടി പൊട്ടാതെ നിലനിൽക്കുകയാണെങ്കിൽ അത് തലയോട്ടിക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന പ്രാണിന്റെ ഒരു ഭാഗമാണത്രേ. അഘോരികളുടെ ചില സാധനങ്ങൾക്ക് ആ ധനഞ്ജയ് പ്രാൺ ആവശ്യമാണ്. ഇതല്ലാതെ മനുഷ്യ തലയോട്ടി കൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല. സമയമാകുമ്പോൾ ഒരു പൊട്ടാത്ത മനുഷ്യ തലയോട്ടി യാന്ത്രികമായി അവരിൽ എത്തിപ്പെടുമെന്ന് പറയുന്നു. അഘോരികൾ മനുഷ്യ തലയോട്ടികൾ തേടി ശ്മശാന സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയാറില്ല. അവർ അത് നദിയിൽ നിന്ന് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അഘോരതന്ത്രം അഘോരിയുടെ പാതയെയാണ് സൂചിപ്പിക്കുന്നത്. അഘോരി ആചാരങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അഘോറിനെ വിധിനിഷേധ് എന്ന് വിളിക്കുന്നു. ഇതിനൊരു നിശ്ചിത പ്രക്രിയയുമില്ല. ഒരു അഘോരി ചെയ്യുന്നതെന്തും അവന്റെ ആചാരമായി മാറുന്നു. ഇവിടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആചാരങ്ങളൊന്നുമില്ല. തന്ത്രത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അഘോരി തന്ത്രം. അഘോരം എന്നത് ഏതൊരു വ്യവസ്ഥയ്ക്കും അതീതമായ ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് അഘോര ആചാരം എന്നൊന്നും പറയുന്നില്ല. ഒരു പ്രക്രിയ ഉപയോഗിച്ച് ഇന്നൊരു ഹോമമോ മറ്റോ നടത്തിയേക്കാം. നാളെ നടത്തുക മറ്റെന്തെങ്കിലും ആയിരിക്കാം. അതിന്റെ പ്രക്രിയ മാറ്റിയേക്കാം. അതിനൊരാൾ ആദ്യം ഒരു അഘോരിയുടെ തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും പ്രതീക്ഷയ്ക്കോ ആഗ്രഹത്തിനോ കാമത്തിനോ വിദ്വേഷത്തിനോ അപ്പുറം ഓരോ അഘോരിയും അവരുടേതായ പരിശീലനം നടത്തുന്നു. സാധനയിൽ ഉപയോഗിക്കുന്ന ലളിതവും ശക്തവുമായ ഒരു പ്രസ്താവനയുണ്ട്. ലജ്ജ, വെറുപ്പ്, ഭയം എന്നിവയാണ് ജയിക്കേണ്ട ആദ്യത്തെ 3 ശത്രുക്കൾ. അതിനാൽ അഘോരികൾ ചിലപ്പോൾ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. അവരുടെ സമനിലയെ ശല്യപ്പെടുത്താതെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങളോടുള്ള അവരുടെ വെറുപ്പ് മറികടക്കുന്നു. അത്തരം സമ്പ്രദായങ്ങളെ നെക്രോഫീലിയ, നരഭോജി മുതലായവയുമായി ആശയക്കുഴപ്പത്തിലാക്കാം. എന്നാൽ വാസ്തവത്തിൽ അവ തികച്ചും വ്യത്യസ്തമാണ്. ബക്രേശ്വർ ശക്തിപീഠ സ്മാഷിനടുത്ത് താമസിച്ചിരുന്ന ഒരു പ്രധാന അഘോരി ഉണ്ടായിരുന്നു. അദ്ദേഹം 3 ദിവസത്തിലൊരിക്കൽ തലയോട്ടിയിൽ നിന്ന് മസ്തിഷ്ക പദാർത്ഥം കലർന്ന ചോറ് കഴിക്കും. ഇതും അഘോരമാണ്. അവസരത്തിനനുസരിച്ച് സത്വ തമസ് വീണ്ടും തിരികെ മാറാൻ കഴിയുന്നവനാണ് നല്ല അഘോരി. ഇരുട്ടിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും ബോധത്തിന്റെ വെളിച്ചം മുറുകെ പിടിക്കാനും കഴിയുക എന്നത് അഘോരിയുടെ മുഖമുദ്രയാണ്. എല്ലാ അഘോരികളുടെയും ആത്യന്തിക ലക്ഷ്യം അതീന്ദ്രിയത കൈവരിക്കുന്നതിന് പുനർജന്മ ചക്രം തകർക്കുക എന്നതാണ്. നരഭോജനം ഒരു ആചാരമായി ഉപയോഗിക്കുന്നതിലൂടെ അഘോരികൾ മരണത്തെ ആശ്ലേഷിക്കുകയും ലോകാചാരം നിരസിക്കുകയുമാണ് ചെയ്യുന്നത്.